അവനെ കാണിച്ചേ, അവനെ ഒന്ന് കാണിച്ചേ, അവനെ നോക്കട്ടെ, അവനെ ഒന്ന് കാണട്ടെ നമ്മളെ. അവന്റെ പ്രശ്നം എന്താന്ന് ഇപ്പൊ തീർക്കാം. അവന് മൈരൻ ഒരു പറയുന്നത് ഇത് കാണണേ. ഒരു പ്രശ്നമാ ശരിയാക്കാം, എല്ലാം ശരിയാക്കാം. ഇതിനകത്ത് നമുക്ക് സംഭവം എന്ന് ചോദിച്ചാല്, സ്കൂളിൽ നിന്ന് മതിൽ ചാടി അപ്പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് അവർ പെയിന്റിങ് പണിക്കാരായി പോവാ. പണ്ട് സ്കൂള് കട്ട് ചെയ്ത് ചാടിയതിന്റെ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ജീവിതം തന്നെ മാറ്റിമറിച്ച കണ്ടോ, ജീവിതം തന്നെ മാറ്റിമറിച്ച ചാട്ടമെന്ന്. അപ്പൊ അവര് ക്ലാസ് കട്ട് ചെയ്ത് ചാടി പോകുന്നുണ്ടോ. അങ്ങനെ ചാടി കഴിയുമ്പോ അവര് പെയിന്റ് പണിക്കാരെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പണിക്കാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ചേട്ടായിക്ക് അങ്ങനെയാ മനസ്സിലാക്കുന്നത്. പെയിന്റ് പണിക്കാരൊക്കെ നിനക്ക് പുച്ഛമാണോടാ? നിന്റെ വീടൊക്കെ നീ തന്നെയാണോ പെയിന്റ് ചെയ്യുന്നത്? അല്ല, നീ കാണുന്ന സ്ഥാപനമൊക്കെ ആരായി പെയിന്റ് ചെയ്യുന്നത്? പെയിന്റിങ് പണിക്കാർ വേണം, ഒരു പെയിന്റിങ് പണിയുണ്ട്, അങ്ങനെ ഒരു പണിയുണ്ട്. എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. മറ്റേ പണിക്ക് മാത്രം ഒരുമാതിരി ഊമ്പിയ പണിയുണ്ട്. നീ ഇപ്പൊ ഈ കാണിച്ച പണിയുണ്ടല്ലോ, ആ ഊമ്പിയ പണിക്ക് വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ല. നീ ഇപ്പൊ ഇവിടെ അപമാനിച്ചിരിക്കുന്നത് തൊഴിലിനെയാണെന്നുള്ള കാര്യം നിനക്ക് അറിയാവോ? അതും ഈ ഡയറക്ടറോടാ ചോദിക്കുന്നത്. എടാ മൈരേ, നിനക്ക് എന്തോ അറിഞ്ഞിട്ടുണ്ടായി ചെയ്യും. ഓരോ വലിയ കണ്ടെടുത്തായിട്ട് വരുന്ന ക്ലാസ് കട്ട് ചെയ്ത് ഇവര് മറ്റേ ഈ മോറൽ കൊണ്ടുവരും. ഏത് ഇപ്പൊ വേണേ ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ കാണിക്കും, വേണേ പിള്ളേരെയൊക്കെ തന്തയൊക്കെ കാണിച്ചിട്ട് തന്നെ കണ്ടോ, നീയൊക്കെ ഇങ്ങനെ നടന്നാൽ മറ്റേതായി പോകും, മറിച്ചായി പോകും, ഓട്ടോ ഓടിക്കേണ്ടി വരും, ട്രെൻഡിൽ പോകേണ്ടി വരും, എല്ലാവരും കൂലിപ്പണിക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് നാറികളുണ്ട്. അങ്ങനത്തെ നാറികളാണ് ഈ നാടിന്റെ ശാപം. വേറെ കാര്യമുണ്ട്, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഈ തൊഴിൽ വെച്ചിട്ട് ജാതി അപ്പൊ അതുകൊണ്ടാണ് ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരാണ്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ബോധത്തിൽ നിന്ന് വരുന്ന ഇത് ചെയ്ത ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, അവര് ക്ലാസ്സും കട്ട് ചെയ്തിട്ടില്ല, ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്തു. എന്തോ ഉന്നത കുല ജാതനുമാണെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നും ആയില്ല. അതല്ല, അവനൊന്നും അവന്റെ വീഡിയോ കണ്ടില്ല, അവനുണ്ടാക്കിയ വീഡിയോ തന്നെ കണ്ടില്ലേ. എടാ, നീ ഒന്നും ഇപ്പോഴും ആയിട്ടില്ല, അതാ നിന്റെ പ്രശ്നം. അത് നാട്ടുകാരെ മൊത്തം അറിയിക്കണ്ട. ക്ലാസ് കട്ട് ചെയ്യാൻ ഒരു അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റാതെ പോയ നിന്റെ ഒരു ഗതികേട്. പോട്ടെ, അത് കട്ട് ചെയ്യാതെ അകത്ത് മൊത്തം ഇരുന്ന് ഒന്നും ആയില്ല. അവസാനം യൂട്യൂബിൽ തൊലിഞ്ഞ വീഡിയോ ഇട്ട് നീ നടക്കുക. ഇത്ര വീഡിയോ കണ്ടോ? വലിയ സംഭവം ചെയ്തേക്കുന്നത്. ഇത് ചിലർ ജീവിതം തന്നെ മാറ്റിമറിച്ച് ആ ചാട്ടം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ക്ലാസ് കട്ട് ചെയ്തവര്, ബാക്ക് ബെഞ്ചിലിരുന്നവര്, എല്ലാം കുറച്ച് അലമ്പായിട്ട് നടന്നവരൊക്കെ അങ്ങ് നശിച്ചു പോയെന്നൊക്കെയാണ്. അവിടെ ഈ ക്ലാസ് കട്ട് ചെയ്ത് ചാടി പോകുന്നവര് ഒരു 100-ൽ 2% ഉള്ളൂ, അല്ലെ അധികം ഒന്നും ഇല്ല. ഈ പറഞ്ഞത് മിക്കവാറുള്ള ക്യാമ്പസിലൊക്കെ ഇഷ്ടംപോലെ പിള്ളേരകത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചൊരു പുറത്തിറങ്ങി നടക്കാറുണ്ട്. ആ പുറത്തിറങ്ങി നടക്കുന്നവർക്ക് ഇപ്പോഴും നല്ല കമ്പനിയുമാണ്. നല്ലതായിട്ട് പുറത്തിറങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നവർ അവരെല്ലാവരും എനിക്കാരും അറിയത്തില്ല. പിന്നെ അതിനേക്കാൾ അപ്പുറം പോയ ആൾക്കാരുണ്ട്. അവർക്ക് വട്ടായി ചിലർ ആത്മഹത്യയൊക്കെ ചെയ്തെന്നായിരിക്കും, ചിലപ്പോൾ ചിലർ വണ്ടി ഇടിച്ച് നിൽക്കും, മരിച്ചെന്നൊക്കെ ഇരിക്കും. അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. മറ്റേ അകത്തിരുന്ന കക്ഷികള് കൂടുതൽ പേരും ഇപ്പോ എറണാകുളം ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി, എടാ മോഡിയാടാ ഇന്ത്യ ഭരിക്കുന്നേ. നീ ഈ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വലിയ പഠിപ്പുള്ളവന്മാരെല്ലാം കൂടി ഇരുന്നിട്ട് രാജ്യം ഭരിക്കുന്നത് ആരാ നോക്ക്. ചായ ഉണ്ടാക്കി വിറ്റൊരു മനുഷ്യന് ഇന്ത്യ ഭരിക്കാമെങ്കില് എന്തുതരം മാത്രമല്ല, ഇവിടെ പല കോടീശ്വരന്മാരും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല. വിദ്യാഭ്യാസം ആണ് എല്ലാത്തിന്റെ മറ്റേത്. അല്ലെ ക്ലാസ്സിൽ കുറച്ചങ്ങോട്ട് മാർക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ശക്തിയായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതാണല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഓർത്ത് വെക്കുക, ഓർത്ത് വെച്ച സാധനങ്ങൾ എഴുതി വെക്കുക. ഈ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. ഇനി വേറൊരു കാര്യം, ഏറ്റവും ഔട്ട്ഡേറ്റഡ്, അതായത് 45, 50, 60 സ്ഥാനത്ത് ഇന്ത്യ കിടക്കുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായം മോശമാണ് ഈ രാജ്യത്തിന്. അത്രയൊക്കെ ഉണ്ടോ? അല്ല, ആദ്യത്തെയൊക്കെ വേറെ രാജ്യങ്ങളൊക്കെ, അമേരിക്കയും കാനഡയും കൊറിയയൊക്കെ ഇങ്ങനെ നല്ല രാജ്യങ്ങൾ, പിള്ളേരൊക്കെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ പിള്ളേരോടൊക്കെ ഇരുത്തി അറിയാം ഇവിടുത്തെ പിള്ളേരുടെ ഗതികേടെന്തുവാണ്. അപ്പൊ ഈ പന്ന സ്കൂളിൽ നിന്നാ ചാടുന്നത്. ഇംഗ്ലീഷ് പറയുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചാരിക്കുന്ന മാണക്കുട്ടികളാണ്. ബെൻസ് കാർ കണ്ടവരെ അവന്മാർ ഒച്ചാനിക്കും. അപ്പൊ അത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല ഒന്നാമത്. അപ്പൊ അതിനകത്ത് കയറി ഒത്തിരി നേരം ഇരുന്ന നീ നശിച്ചു പോയെന്ന് അതിനർത്ഥം. ചാടി പോകുന്നിരുന്ന രക്ഷപ്പെട്ടതാ അവര്. അല്ല, അവന് മൈൻഡിങ് കൂടി പോലും ചെയ്യാൻ പറ്റത്തില്ല അകത്തിരുന്നിരുന്നെങ്കിൽ. അതും ആ സ്കൂളില്. സ്കൂള് തന്നെ ഒരുമാതിരി സ്കൂളാണ്, വളരെ മോശം സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ അതെ, പോരാ. അതായത് കഴിഞ്ഞ ദിവസം എന്തോ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഏതോ ഒരു നടിയാണ് ഇവിടെ കൊള്ളാവുന്ന സ്കൂളുണ്ടെന്ന് വെച്ചാൽ വളരെ എണ്ണി പറയാവുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് സ്കൂളുകളേ ഉള്ളൂ. ഏതാന്ന് പറയത്തില്ല, പക്ഷെ എങ്കിൽ പോലും ബാക്കി എല്ലാ സ്കൂളും പരാജയമാണ്. അനുഷ്ക ശർമ്മ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇന്റർവ്യൂവിന് മറ്റേ ഇങ്ങനെ സംസാരിച്ചോട്ട് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിനെ കളിയാക്കി കൂടെ ഉണ്ടായിരുന്ന ആക്ടർ മറ്റേ രൺബീർ കപൂർ, അയാൾ പറഞ്ഞു നിന്റെ ഇംഗ്ലീഷ് അത്ര പോരാ എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറയാണ്, ഞാൻ ഒരു
ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചതെന്ന് പറയുന്നത് പോലും ഒരു മോശം സ്കൂളിലാണ് പഠിച്ചതെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇവിടെ കേട്ടോ അങ്ങനെ ഉള്ളൂ. ലോകത്ത് പലയിടത്തും പല കൊള്ളാവുന്ന രാജ്യങ്ങളിലും ഗവൺമെന്റ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സയന്റിസ്റ്റ്മാരൊക്കെയാണ് പുറത്തോട്ട് ഇറക്കി പോകുന്നത്. അത് പോയി വേറെ പരിപാടിയാണ് പഠിക്കുന്നത്. അല്ല, ഇവിടെ സയന്റിസ്റ്റ്മാർ വന്ന് തേങ്ങ കൊടുക്കും. അമ്പലത്തിൽ തേങ്ങ ഉടച്ചതിന് ശേഷമാണ് റോക്കറ്റ് വിടുന്നത്. റോക്കറ്റ് വിടാൻ പോലും അവര് തേങ്ങ ഉടയ്ക്കാറുണ്ട്. ഇയാള് പറഞ്ഞ ടെക്നീഷ്യന്മാര് പാർലമെന്റിൽ പൂജ നടത്തിയ ടീമാണ്. പിന്നെ അതുകൊണ്ട് പണ്ട് മൈത്രേ മതി, ഇവരൊക്കെ ടെക്നീഷ്യന്മാരെ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഫിറ്റ് ചെയ്തിട്ട് പറപ്പിക്കും. അല്ല, ഇവിടെ ഒരു കണ്ടുപിടുത്തം നടക്കുന്നില്ല. ശരിയാ, സയന്റിസ്റ്റ് ഒന്നുമില്ല ഇല്ല. പിന്നെ ആകെ ഒരു സുന്ദർപ്പിച്ച കണ്ടപ്പോൾ എല്ലാവരും ഞെളിഞ്ഞ് വലിയ ചാട്ടം ചാടുന്നുണ്ടായിരുന്നു. അപ്പൊ നീ പറയുന്ന കഥ, നിന്റെ ഈ സ്റ്റോറി ഉണ്ടല്ലോ, നീ കാണിച്ച ബോധം, നിന്റെ ബോധം എന്തോരം മണ്ട ബോധമാണെന്ന് നിനക്ക് മനസ്സിലായി. നീ ഈ സ്കൂളിൽ പഠിച്ചിട്ട് നീ ആ ക്ലാസ്സിലിരുന്നതിന്റെ കുഴപ്പമില്ല. കാരണം നിനക്ക് ഈ പന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് പെട്ടിട്ട് നീ അതിനകത്ത് അത്രയും മണിക്കൂർ ഇരുന്ന് ഈ പന്നത്തരം മുഴുവൻ പഠിച്ചിട്ട് നീ ഒരു മുതുബോധനായി പോയതിന്റെ കുഴപ്പമാണ്. നീ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ നിനക്ക് ഇത് മനസ്സിലാവും. എന്തോ മനസ്സിലാവുന്നറിയ ഇതിനകത്ത് നടക്കുന്ന വെറും ഊമ്പിയ പരിപാടിയാന്ന് മനസ്സിലായത്. അതെങ്കിലും മനസ്സിലായോ? അത് മനസ്സിലാവാൻ ബോധമാണോ നിനക്ക്? അത് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. മനസ്സിലായോ? ഇതും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. ഈ നാടിത്ര നശിച്ചു കിടക്കുന്നത് എന്താണെന്നറിയോ? അയ്യോ, ഇത് ഈ നശിച്ച നാടെന്ന് പറയത്തില്ല. ഇവിടെ എന്താ ഇത്രയും പ്രശ്നങ്ങള്? ഇന്ത്യ എന്താ ഇങ്ങനെ ദരിദ്രമായി കിടക്കുന്നത്? എന്താ കൊച്ചു കേരളത്തിൽ എനിക്കറിയത്തില്ല, താൻ പറയണോ എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് ഗതികെട്ടവന്മാരുടെ ഒരു ഊമ്പിയ രാജ്യവും അവിടെ കുറെ അളിഞ്ഞ പഠന രീതികളും ബാക്കിയുള്ള രാജ്യത്തെ ആളുകളൊക്കെ സന്തോഷിച്ച് വളരെ സുഖമായിട്ട് ലക്ഷറിയൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം. ഇനി അതിനകത്തോട്ട് കയറി അങ്ങ് ഇരുന്നാൽ മതി. നല്ല സ്ഥലം ഇരിക്കാൻ പറ്റും. ഇവിടുത്തെ ടീച്ചർമാരെ അറിയാമല്ലോ, ഇപ്പൊ മാറി വരുന്നുണ്ടെന്നേ ഉള്ളൂ, മെച്ചമല്ല. അപ്പോഴും 45ാം സ്ഥാനത്താണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പൊ നീ അതപ്പതിച്ച ഏതോ കാലഹരണപ്പെട്ട ഒരു സിസ്റ്റത്തിനകത്ത് ഇരുന്നെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാക്കണ്ട. ഇനി നീ ഇത് പറയുന്ന പോലെ ഈ പെയിന്റിങ്ങിന് പോയവരെല്ലാം ക്ലാസ് കട്ട് ചെയ്തവരൊന്നും അല്ല. എല്ലാവരും ഓട്ടോ ഓടിക്കുന്നവരെല്ലാവരും അങ്ങ് ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ഉഴപ്പിയതുകൊണ്ട് മാത്രമല്ല. അത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ചിലപ്പോൾ ഇത് നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഈ ഓർത്തിരുന്ന് പരീക്ഷ എഴുതിയ ആളുകൾ എല്ലാവർക്കും ഓർമ്മശക്തി ഒരുപോലൊന്നും അല്ല. ഈ പെയിന്റ് പണിക്കൊക്കെ പോകുന്ന ആളുകളെ PhD ഒക്കെ ചെയ്യുന്നവർ ട്രപ്പോട്ട, അതായത് ഇതൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ എനിക്ക് സൊമാറ്റോ ഓടാൻ പോകുന്ന പിള്ളേരൊക്കെ എല്ലാവരും പഠിക്കും, എഞ്ചിനീയറിംഗിനും മെഡിക്കലും ഒക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം സമയം കിട്ടുമ്പോൾ എറണാകുളം വരെ വന്നു എനിക്കിവിടെ കാണിച്ചാൽ അവിടെ പിള്ളേര്, ചെറിയ പിള്ളേര്, അതായത് ലോകത്ത് ആയിരിക്കും എന്നാലും പുറത്തിറങ്ങണം. ഉണ്ട്. പിന്നെ അല്ല, അതല്ല വന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ വരുവാണെങ്കിൽ അങ്ങനെ നീ വരുവാണെങ്കിൽ ഇടപ്പള്ളി വന്നാൽ മതി കേട്ടോ. ഞാൻ സിഗ്നൽ വന്നിട്ട് വിളിച്ചാൽ മതി. ഇടപ്പള്ളി സിഗ്നൽ അറിയാതെ അവിടെ വിളിച്ചാൽ കാണിച്ചു തരാം നിനക്ക് നല്ല ആൾക്കാരൊക്കെ. ഇതുപോലെ അവന്റെ വിചാരം അവിടെ അതിനകത്തിരുന്നവരെ എല്ലാരും ഇവിടെ മറ്റേതായേക്കുന്നതാണ്. എന്നാൽ ഒരാള് ഞങ്ങളുടെ മോഡിജി ഉണ്ടല്ലോ, അറിയാമല്ലോ. പിന്നെ ഇവിടെ കാണുന്നില്ലേ ബാക്കിയുള്ള ഇവിടെ നിന്നെ ഭരിക്കുന്നവരാരാന്ന് നീ നോക്ക്. നിന്നെ അത് നിനക്ക് മനസ്സിലാക്കി തരാം. ഒന്നുമില്ല, നമ്മുടെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം? അതെ, മുഖ്യമന്ത്രി മാത്രമോ, ബാക്കി എല്ലാവരും ഭരിച്ചിട്ടുള്ള ആൾക്കാരെ മൊത്തത്തിലെടുക്കും. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം, അവിടെ വേറെ കാര്യമുണ്ട്. അവര് കുറച്ചുകൂടെ ഭേദമാ. മറ്റേ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന പറഞ്ഞവന്മാര് കട്ട പിടിച്ചു മുടിച്ചു പരിവാക്കിയവരാ എല്ലാരും. ഇതിനകത്ത് ആരാ മെച്ചം പറ? ഇവർക്കൊരു മര്യാദകളുണ്ട്. അതായത് ഇവര് അവരുടേതായിട്ടുള്ള ഒരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വലിയ പഠിത്തമുള്ള ആൾക്കാരാ. കെ.മാണിയൊക്കെ അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. ആണോ? ആണെന്തോ അഡ്വക്കേറ്റ് കെ.മാണി. ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ടായിരുന്നു. ഖജനാവ് മുക്കി എന്നൊക്കെ പറഞ്ഞ ഇത് അഴിമതി വരുന്നു. വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനത്തെ അഴിമതി വന്നിട്ട് നാട്ടുകാർ 10 രൂപ വെച്ചൊക്കെ കൊടുത്തു കൊടുക്കുന്നുണ്ട്. മറ്റേ അവന്റെ പേരെന്തോടെ, നമ്മുടെ നടൻ, ഈ ചേർത്തക്കാരൻ, ഇങ്ങനെ സൗണ്ട് ഉള്ളേ കടിയൻ, അനൂപ് വന്ന് 10 രൂപ വെച്ച് എല്ലാരും ടിപ്പ് കൊടുക്കാൻ പറഞ്ഞു കെ.മാണിക്ക്. അപ്പൊ എല്ലാരും ഷെയർ ഇടണം, 10 100 കണ്ട് ഇട്ട് കൊടുത്തു. ഇതൊന്നും അറിഞ്ഞില്ലേ നീ? നമുക്ക് വലിയ പഠിപ്പുള്ളവരായിരുന്നു അന്ന്. ഇപ്പോഴും ഇവിടെ ഉണ്ട് കുറെ പഠിപ്പുള്ളവന്മാര്, നല്ല മിടുക്കന്മാരാ. അൽഫോൺസ് കണ്ണന്താനം IAS കാരനാന്നാ പറഞ്ഞത്. മറ്റേ TP സെൻകുമാർ അതെ. എന്നിട്ട് അവസാനം എന്താ അവര് പറയുന്നത് കേട്ടോ? ഈ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പഠിച്ച് പാസ്സായിട്ട് ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് എന്താ പറയണ്ടേ, ചില പരീക്ഷകൾ പാസ്സാകാൻ കഴിവുള്ളവര് പല സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ നാടിന് വേറെ ശാപം. ഇതിനൊന്നും വന്നവരൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നിരിക്കത്തില്ല. പിന്നെ പലർക്കും താല്പര്യമുള്ളതല്ല പലരും ഇവിടെ പഠിക്കുന്നത്. പല പേരൻസിന്റെ നിർബന്ധത്തിൽ അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ച് അങ്ങനെ നാടോടുമ്പോ നടുവേന്ന് പറയുന്നത് ഇവൻ അതുപോലെ അതിനെ സംഭവിച്ചിട്ടുള്ളത്. നീ പഠിച്ച പഠിത്തമുണ്ടല്ലോ, നീ പഠിച്ച പഠിത്തം വെച്ചിട്ട് നീ മനസ്സിലാക്കിയത് ഇതാണ്. അതെ, മനസ്സിലാവട്ടോ? അതായത് ഇങ്ങനെ ചാടിപ്പോയവരാണ് പെയിന്റ് പണിക്കാരും വാർക്കപ്പണിക്കാരും. അവരാണെങ്കിൽ എന്താ പണിയെ അവൻ അവമാനിച്ചവൻ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ ഇനി സാധനം ചെയ്യില്ലല്ലോ. പെയിന്റിങ് പണിക്ക് താല്പര്യമുള്ളവരുണ്ട്. അവർ പെയിന്റ് അടിച്ചാൽ നല്ല വൃത്തിക്ക് പെയിന്റ് അടിയും.
അതുപോലെ നല്ല മേസ്ത്രി ആവാൻ അങ്ങനെ നീ വിചാരിച്ച പറ്റത്തില്ല. നീ ഒരു 4 കല്ലെടുത്ത് അടുക്കി വെക്ക്. അതവിടെ ഇരിക്കത്ത് പോലുമല്ല. ഇതൊക്കെ നല്ല പണിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ വേണം. പിന്നെ ഇതിനൊരു നാക്കുണ്ട്, മനസ്സിലായോ? അല്ലാതെ നീ തന്നെ പണിതിട്ട് നീ തന്നെ കയറി കിടക്കണം. അപ്പൊ നിന്റെ അസുഖം അങ്ങ് തീരും. അതോടെ ഒരു വീട് പണിതുക, നീ ഇങ്ങനെ കല്ലടക്കി വെക്കുക, നീ അതിനകത്ത് കയറി കിടക്കണം. ഒരു മഴ കഴിയുമ്പോഴത്തേനും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. തലേ കല്ല് കൊണ്ട് നീ ചാവും. പെയിന്റ് അടിച്ച് കാണിക്കട്ടെ. അതെ, നീ ഒന്ന് പെയിന്റ് അടിച്ച് കാണിച്ചടാ. പെയിന്റ് അടിക്കാൻ പറഞ്ഞു. നിനക്ക് പെയിന്റ് കലക്കറിയോടാ? അല്ല, നമ്മള് പറയുന്നത് എളുപ്പമാണോ? ഒരു സുപ്രഭാതം വന്ന പെയിന്റ് കലക്കാൻ പറ്റത്തില്ല. അത് നിനക്ക് അത് പരിപാടി അറിയാത്തതുകൊണ്ടാ. ഞാൻ പണ്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് വീടിന് സ്വന്തമായിട്ടൊക്കെ. ഞാൻ തന്നെ കലക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കലക്കുമ്പോ വെള്ളമൊന്നും കറക്റ്റ് ആയില്ല, ഇത് വല്ലാണ്ടായി പോകണം. അതുപോലെ തന്നെ മറ്റേതും അതിനകത്ത്. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ഈ കുമ്മാരിന്റെ കേസൊക്കെ കഴിഞ്ഞു. എന്നാലും മറ്റേ പെയിന്റ് ആണെങ്കിലും വൃത്തിക്ക് അടിക്കണം. പിന്നെ ഈ റോളിംഗ് ബ്രഷ് ഒക്കെ വന്നപ്പോ കുറച്ച് എളുപ്പമായിട്ടുണ്ട്. മറ്റേ ബ്രഷ് ഇട്ട് അടിച്ചാലും പാടാ, വര വീഴും. അതൊന്നും അറിയത്തില്ല അവന്. ഇത് താൻ അടിച്ചാണോ? ഓ കൊള്ളാലോ. വാവ്, ആ ഭിത്തി കണ്ടോ? ഭിത്തി കണ്ടോ? സൂപ്പർ ഭിത്തി. ആൾ അടിച്ചാ നമ്മുടെ പയ്യനാ, IT എഞ്ചിനീയർ. അതെ അതെ. ഇപ്പൊ അയാള് വലിയ മുതലാളിയാ, പെയിന്റ് അടിയാന്നുണ്ട്. അപ്പഴാ ഞാൻ വീടിന് പെയിന്റ് അടിച്ചിട്ടുണ്ട്, ഞാൻ മതിലിന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെയാ എല്ലാരും. ഇതൊക്കെ അറിയണ്ടേ മോനെ? അല്ല നീ ഇങ്ങനെ പെയിന്റ് അടിക്കാരും ഒരു പുച്ഛം. ഓ അയ്യോ, വലിയ ആളായോ? ഒരു ക്ലാസ്സുകാരൻ വന്നേക്കുന്നു. എവിടുന്ന് വന്നാടാ നീ? ഇവന്റെ അപ്പൻ ടീച്ചറാന്ന് തോന്നുന്നു. മോനാന്ന് തോന്നുന്നു. അതാ അവൻ അങ്ങനെ പറ്റിയതാ. അവന് പുറത്തു ഇറങ്ങാൻ പറ്റത്തില്ല, മനസ്സിലായി? അവനകത്തിരുന്നും പോയി. അങ്ങനെ എന്തോ പറ്റിയതാ, തക്കുടു. ഈ ടീച്ചർമാരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പല ടീച്ചർമാരുടെ മക്കളും ക്ലാസ്സിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റാതെ സ്കൂളിൽ ഒരു വേറെ സ്റ്റാറ്റസ് അനുഭവിച്ച് അവരുടെ ജീവിതം താറുമാറായി. ആ കുട്ടികൾ ഫ്രസ്ട്രേഷൻ അടിച്ച് പിന്നെ കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഡിവോഴ്സ് ചെയ്ത് പിന്നെ കൊച്ചിന് വേണ്ടിയിട്ട് മറ്റേ ലീഗൽ ഫൈറ്റ് നടത്തുന്ന അതാണ് പരിപാടി. എന്റെ കുടുംബ കോടതി വരും. അവർ കൂടുതൽ അങ്ങനെയാ ചെയ്യുന്നത്. കാരണം ഈ ഇങ്ങനത്തെ ഒരു ജീവിതമായി പോയില്ലേ, വല്ലാത്തൊരു ജീവിതം അത്. പിന്നെ ഈ ചാടി പോയാണ്ടല്ലോ അവിടെ കുറച്ച് സംഭവം വേറെ നടക്കും. ക്ലാസ്സിൽ നടക്കാത്ത സംഭവം, ക്ലാസ്സൊക്കെ വളരെ കോമൺ സംഭവമാണ്. അവർ ഇതിന് പുറത്ത് കുറെ സംഭവങ്ങളുണ്ട്. അതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഉള്ള കാര്യം പറയാമല്ലോ, ഭാഗ്യത്തിനകത്ത് കയറി ഇരുന്നല്ലോ. അതുപോലെ ഈ നശിച്ച കുറെ ടീച്ചർമാരുണ്ട്. ഇവന്മാരൊക്കെ എങ്ങനെ സഹിച്ചിരിക്കുന്നെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല ഇതുവരെ. എനിക്ക് പേഴ്സണലി, എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ട്. അതായത് എന്നോടൊക്കെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. മോശമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ നമ്മളിങ്ങനെ എന്താണ് മുൻവിധിയോടുകൂടി ട്രീറ്റ് ചെയ്യുക, ഹരാസ് ചെയ്യും ഭയങ്കരമായിട്ട്. നമ്മളെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സത്യഭാമ ഡാൻസ് കളിക്കാൻ വരുമ്പോൾ കറുത്ത പിള്ളേരെ പറഞ്ഞു വിടത്തില്ല. അതെ, എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊന്നും അത്ര വെളുത്ത ഒരു ആളല്ലല്ലോ. അപ്പൊ പറയരുതേ, ഇതാ മാതാപിതാ ഗുരുദൈവം. അപ്പൊ എനിക്ക് ഈ വെളുത്ത കുട്ടികൾക്കും ഉന്നത കുലജാതരായിട്ടുള്ള കുട്ടികൾക്കും ഒക്കെ കിട്ടിയിരുന്ന ഒരു പരിഗണന ഒന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഞാൻ അത് റിയൽ ആണ്. വലിയ പ്രശ്നം എനിക്ക് എന്നെ എപ്പോഴും പുറത്താക്കുവാൻ. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ്. മിക്കവാറും എന്നെ അടച്ച് പുറത്ത് നിർത്തിയിട്ടുണ്ടല്ലോ, ജനലും വാതിലൊക്കെ ഒരു ടീച്ചർ അടച്ചു. അകത്തോട്ട് ഇങ്ങനെ വരുന്ന കാണിക്കുന്നു. എന്നെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. നിർത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടെ ചിരിക്കും. അവനെ അവിടെ നിന്ന് എടുത്ത് പുറത്ത് നിർത്തി. അപ്പൊ കഥവിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് കാണിക്കും. അപ്പൊ എല്ലാരും തിരിച്ചു. ഒന്നെ ടീച്ചർ കഥവും ജനലും എല്ലാം അടച്ച് എന്നെ ഇറക്കി വിടും. അത്രേ ഉള്ളൂ. ഞാൻ കട്ട് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ എന്നെ ഇറക്കി വിടും. നീ അങ്ങ് പൊക്കോളാനാ പറയുന്നത്. ഇവിടെ ഇരിക്കേണ്ട ആളല്ല, നിനക്ക് കേറാൻ അനുവാദമില്ല. എന്നിട്ട് ക്ലാസ്സിൽ ഒരു ടീച്ചർ മാർക്ക് ഇടുന്നൊക്കെ എന്റെ മാർക്ക് ക്ലാസ്സിൽ പറയത്തില്ല. മാർക്കൊക്കെ ഇട്ട് വെക്കും, വെറുതെ ഒരു 1/2 മാർക്ക്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു രസം ടീച്ചർമാർക്ക് എന്തിനാ ഇടുന്നത്? അതെ, എനിക്കാണെ മിക്ക ടീച്ചർമാരും താല്പര്യം ഇല്ലാന്ന് പണ്ടേ. കാരണം കള്ളത്തിനാ പറയുന്നൊക്കെ. ഇവര് ഭയങ്കര വളരെ കുറച്ചു നേരം ഉള്ളതാണ്. ഒരെണ്ണം പോലും കൊള്ളാവുന്ന ഒരു ടീച്ചർ പോലും ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇപ്പോഴും ഈ പറയുന്ന ഒരാൾക്കാരും ഇഷ്ടമല്ല. കൊള്ളത്തില്ല, മിക്കതും കൊള്ളത്തില്ല. എല്ലാം വെറും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാര്. അതെ, എന്നിട്ട് ചുമ്മാ ചിലരെ മാത്രം താല്പര്യം. അവരുടെ ആൾക്കാരാണ് അവരെ പാമ്പർ ചെയ്ത് അവരെ പൊക്കി പിടിച്ച്. ജാതി ഉണ്ട്, ഉണ്ട്. ഒരെണ്ണേ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ, ഒരെണ്ണൊക്കെ കാണത്തുള്ളൂ. പാവം ചില ആൾക്കാരും ഉണ്ട്. അത് തന്നെ, എല്ലാവർക്കും അവരോട് താല്പര്യം ഉണ്ടാവും. അയാൾ പറഞ്ഞാലും കേൾക്കും. അങ്ങനെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഉണ്ണികൃഷ്ണൻ ആയിരുന്നു. ഉണ്ണികൃഷ്ണൻ സാർ. പുള്ളി അത്യാവശ്യം ഇപ്പൊ പുള്ളി പിടിക്കുകയോ ചെയ്യും. നമ്മൾ അഭ്യാസം കാണിക്കുമ്പോൾ പുള്ളി പിടിച്ചിട്ട് എന്താടാ എന്നൊക്കെ ചോദിക്കും. അത് ചെറിയ വരട്ടൊക്കെ വരും. എന്നാ മച്ചാനോ ഓക്കെ. ഞങ്ങളെ ക്ലാസ്സിലുണ്ടായി സ്കൂളും കോളേജും ഒക്കെ
എടുത്ത് നോക്കിയാൽ കോളേജിലൊക്കെ ഉണ്ടാകുന്ന ചില നാറികളെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെയൊക്കെ നോക്കുന്ന നോട്ടം കാണണം. പേന താഴെ ഇട്ടിട്ട് എടുപ്പിച്ച് സാറുമാർ വരെ ഉണ്ട്, എടുത്തിട്ട് നോക്കും ഇങ്ങനെ. പോരെ ലാബി വരും, ലാബി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന സാറുമാര്. അതുപോലെ തന്നെ ടീച്ചർമാർക്ക് പിന്നെ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതെ വീട്ടിലേക്ക് ദേഷ്യവും അവർക്ക് ഒരുതരം ഭയങ്കര ഫ്രസ്ട്രേഷനാണ് കൂടുതൽ പേർക്കും. എനിക്ക് അങ്ങനെ മിക്കവരും അറിയാം. അതിനകത്തൊരു 1-2 ടീച്ചേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രസ്ട്രേറ്റഡ്. എന്തുതരം ഫ്രസ്ട്രേഷൻ ആണെന്നുള്ള അറിയത്തില്ല. പിന്നെ എപ്പോഴും ഒരേ ടെക്സ്റ്റ് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കൂടോ എല്ലാ വർഷവും. ഇതിങ്ങനെ വായിക്കുക, അർത്ഥം പറയാ, വായിക്കുക, അർത്ഥം പറയാ. ഇതായിട്ട് വിചാരം ഇവർ പഠിപ്പിക്കുകയാണെന്നല്ലേ? അങ്ങനെയല്ല പഠിപ്പിച്ചോണ്ടിരുന്നത് പണ്ട്. എന്നിട്ട് ഇവര് പറയുന്നത് ഇവര് ഭയങ്കര ടീച്ചറാണ്. ഒരു സാധനം അപ്ഡേറ്റഡും അല്ല. വേറെ ഇവരൊക്കെ കൊള്ളാവുന്ന പിള്ളേർ വരും ചിലപ്പോ. അതല്ലടാ, വേറെ രസമുണ്ട്. ചിലപ്പോ നമുക്ക് വലിയ വിവരമില്ലായിരിക്കും, പക്ഷെ എന്റെ ക്ലാസ്സിലൊക്കെ വേറെ ടൈപ്പ് പിള്ളേരൊക്കെ പഠിക്കുമ്പോൾ അവർ ചില ചോദ്യം ചോദിക്കുമ്പോൾ ഇവർക്ക് ആൻസർ ഇല്ല. കാരണം ഒരു സമയമായപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർനെറ്റ് ഒക്കെ വന്ന് തുടങ്ങിയ സമയത്ത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത പുള്ളികളുണ്ടാകുന്നു. അവന്മാര് വന്ന് അവിടെ നിന്നൊക്കെ വായിച്ചിട്ട് ഓരോ ചോദ്യമൊക്കെ ചോദിക്കും. അപ്പൊ ഇവർക്ക് അറിയത്തില്ല, പണി വാളി. ഇപ്പൊ ടീച്ചർമാർ കുറച്ച് ഒതുങ്ങിയേക്കുന്നതിന്റെ ഒരു കാരണം അതാ. ഇപ്പൊ പിള്ളേരാണേല് എവിടെ നിന്നൊക്കെ പെറുക്കിക്കൊണ്ട് വരും. അതല്ല, അങ്ങനെ ഇറക്കി വിടുക. നമ്മൾ എന്തെങ്കിലും ബഹളം ഉണ്ടായി പോയാലോ അല്ലെ വർത്താനം പറഞ്ഞാലൊക്കെ ബെഞ്ചൊക്കെ കയറ്റി നിർത്തി അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അടി കിട്ടത്തില്ല. വേറൊരു കോമഡി ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഈ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിടിച്ചോണ്ട് ഈ പെൺപിള്ളേരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺപിള്ളേരുടെ പോയിരിക്കും. ഞാൻ അനമുണ്ടാക്കും, ഉടനെ എന്നെ കൊണ്ട് അപ്പുറത്തിരുത്തും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി ഇങ്ങനെ അനങ്ങാതെങ്കിൽ അപ്പൊ മിണ്ടത്തില്ല, നല്ല പയ്യൻ. എനിക്ക് അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോ ഇവരെന്ത് ചെയ്തേ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തും. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് കോമഡിയൊക്കെ കാണിക്കും. മിസ് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിക്കും. ഉടനെ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കുന്ന പെൺപിള്ളേരെ കാണും. ഉടനെ ടീച്ചർ ഇങ്ങനെ നോക്കിട്ട് ഇറങ്ങി പോടാ പുറത്ത്. ഉടനെ പുറത്തോട്ട് വരുന്നതിന് വാതിൽ അവിടെ നിന്ന് ഇങ്ങനെ കരിങ്കാളിയല്ലേ ആ സീൻ കാണിക്കും ഇങ്ങനെയൊക്കെ. അപ്പൊ അവിടെ പിള്ളേർ വീണ്ടും ചിരിക്കും. ഓ ഭയങ്കര ചിരി, രംഗണ്ടാന്നൊക്കെ വിളിച്ചു. ഉടനെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഉടനെ ടീച്ചർ കഥ അടച്ച് ജെല്ലും അടച്ചെന്നേ. അപ്പൊ പിന്നെ ഞാനവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരെ പുറത്തോട്ട് നോക്കിയപ്പോ ഏതോ ക്ലാസ്സുകാര് PT. ഞാൻ പോയി അവരോട് ഫുട്ബോൾ കളിച്ചു. തിരിച്ചു വരുമ്പോ കാണുന്നു ഇവിടെ ഭയങ്കര പ്രശ്നമാ, ആളെ കാണാനില്ല. എന്നിട്ട് എന്നെ കൗൺസിൽ ചെയ്യുക. ഞാൻ എന്നെ കഥ അടച്ചു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോ കളിക്കുന്നു, ഞാൻ പോയി കളിച്ചിട്ട് തിരിച്ചു വന്നല്ലോ. ഞാൻ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. അവിടെ ഒരു PT അവർ പോയി പിള്ളേരോട് ഫുട്ബോൾ കളിക്കുന്നതിന് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എന്നെ കൗൺസിൽ ചെയ്യുക ഒരു വാണം. അവനാണേലും ഒരു കിഴങ്ങൻ. അവൻ വന്നിട്ട് എന്നോട് പറയാം ബൈബിള് വായിക്കാൻ. ഞാൻ എട്ടിപ്പടിക്കുന്ന എന്നോട് പറയാം ഈ ബൈബിളിൽ ഈ ഇത് മനസ്സിലായോ, അത് മനസ്സിലായോ. ഞാൻ എന്നിട്ട് പറയും ഞാൻ വായിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് ഒന്ന് പറഞ്ഞതാ സാറേ എന്ന് പറയും. അതുകൊണ്ട് ആ മൈരൻ ഇരുന്ന് പറയും എന്നോട് ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ലെന്ന്, എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയും. അത് ഇവൻ എന്നോട് പറയും എന്താ വൈകിട്ട് പപ്പയെ കാണുമ്പോൾ പപ്പ കഴിച്ചോ എന്ന് ചോദിക്കണതാണ്. അയ്യോ ഇവൻ ഏതവനാണോ എന്ത് തരമാണോ നമുക്ക് അന്നേ തോന്നുന്നു. അന്ന് എനിക്ക് ഈ മൈരനെ കാണുമ്പോഴേ പുച്ഛമാ. കാരണം എന്തൊരു പൊട്ടത്തിലാണ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് അപ്പനോട് ചോദിക്കുക പപ്പ കഴിച്ചു എന്ന് ചോദിച്ചാൽ എന്നോട് പറയാം പോളാതെ. നല്ല ടീം അവിടെ ഇരിക്കുന്നത്, അത് വലിയ ടെററാന്നേ. അപ്പോഴാ ഇവിടെ വന്നിട്ടൊരു പൊട്ടം പറയാ വൈകിട്ട് അപ്പനോട് എന്ന് ചോദിക്കാൻ. അപ്പനോട് അങ്ങനെ ചോദിച്ചോ ഇവർ പറയും അപ്പം കാണാതെ മുങ്ങി കിടക്കുക. ഏതൊക്കെ നമ്മള് വീട്ടിൽ കയറുന്ന തന്നെ മമ്മിയാ. അപ്പോഴാ ചെന്നിട്ട് വൈകുന്നേരമൊക്കെ ആവുമ്പോ ചോദിക്കാം മമ്മി ഫുഡ് കഴിച്ചു. അവര് വല്ല ആശുപത്രി വല്ലതും കൊണ്ടുവരും. കൗൺസിലിംഗ് ആയിരിക്കത്തില്ല എനിക്ക് കിട്ടുന്നത്. എനിക്ക് സൈക്കാട്രി ട്രീറ്റ്മെന്റ് തന്നേനെ വീട്ടുകാർ. ഇതുപോലത്തെ പാണത്തിനെയൊക്കെ എന്താ ചെയ്യണ്ട. അവനൊക്കെ ചത്തം തോന്നുന്നു, ചത്തുപോയെന്ന് തോന്നുന്നു കേട്ടോ. നല്ല പ്രായം ഉണ്ടാകുന്ന മൈരന്. സാറാന്ന് അവിടുത്തെ, വലിയ സാറാന്നാ പറഞ്ഞത്. അവൻ വലിയ പറയാന്ന് അവിടുത്തെ. കുറച്ച് ഇവൻ എന്നിട്ട് എന്തോ പഠിപ്പിക്കുന്നേ, ഫിസിക്സോ കെമിസ്ട്രി ആണ്ട ഒരു മൈരൻ. കെട്ട മൈര എന്ന് പറഞ്ഞൊരു പാട്ട് വന്നില്ല, അത് അവനെ പറ്റിയാ. അങ്ങനെ കുറെ മൈരന്മാര് നമുക്കറിയരുത്. കോളേജിലൊക്കെ ഞാൻ പറഞ്ഞ ടൈപ്പ് സാറുമാരല്ലേ, ഈ പെണ്ണുങ്ങളെ മാത്രം ചെന്ന് തടവുക, മുട്ടുക, ഇങ്ങനെ നോക്കി നിൽക്കുക. നുള്ളുന്ന ടീമുണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ നുള്ളും. ഇവിടെ ഇങ്ങനെ അങ്ങനെ വെക്കും പെമ്പിള്ളേരാണ്. അതുപോലത്തെ മൈരന്മാരായിമാര് മനസ്സിലായോ. അതുപോലത്തെ മൈര സ്ഥലത്തായി ഇത് നടക്കുന്നത്. അങ്ങനെ അവിടെ സ്കൂളിൽ പീഡിപ്പിക്കുന്നവരുമുണ്ട്. പിന്നെ എല്ലാ സാറുമാരും അങ്ങനല്ല, വളരെ കുറച്ച്, വളരെ മര്യാദ 2-3 എണ്ണം മാക്സിമം ഒരു സ്കൂളിലുള്ളൂ. ബാക്കിയെല്ലാം കച്ചറകളാണ്. ഇപ്പൊ ബെറ്ററാ. ഇപ്പൊ പിന്നെ ഇതൊക്കെ കണ്ടു വളർന്ന പിള്ളേരായതുകൊണ്ടേ ഇപ്പം ബെറ്ററാണ്. ഇപ്പൊ ഇതൊക്കെ കണ്ടേ മടുത്തു. അവര് വന്ന് ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. പിന്നെ അതിനിടയിലും കാണും ചില മൈരന്മാർ. അവന്മാർ ഇപ്പൊ ഒരു 10% ഉണ്ടാകത്തുള്ളൂ. നേരത്തെ 90%, 95% ഇതുപോലത്തെ നശിച്ചവന്മാരെ പഠിപ്പിക്കാൻ വന്നോണ്ടിരുന്നത്. അറിയത്തില്ല എന്തോ ചെയ്യേണ്ടതെന്ന്. ഞാനിതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തോ എന്നെ എന്തോ കാര്യത്തിന് പൊക്കി, എന്തോ സ്ക്രിപ്റ്റ് ഒരു ചനങ്ങാണ്ടാണ്. അപ്പൊ എന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരുത്തേക്കണേ. എന്നെ ക്ലാസ് ടീച്ചർ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്നിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇതിന്റെ നടുക്ക് എന്നെ ഇങ്ങനെ പിടിച്ചേക്കണത്. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ വേറെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. പ്യൂണൊക്കെ പോണ വഴിക്ക് ഇവനൊക്കെ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വേറെ എന്നെ പഠിപ്പിക്കാത്ത ഒരു ടീച്ചർ എന്നെ കുറിച്ച് അഭിപ്രായം പറയാം. അതായത് എന്നെ കുറിച്ച് അങ്ങനെ പിന്നെ പറഞ്ഞില്ല, സ്കൂളിൽ പറഞ്ഞല്ലാതെ കോളേജൊക്കെ വന്നപ്പോഴേക്കും കഴിഞ്ഞ പരിപാടി. ഞാൻ അകത്തോട്ട് കേറുന്നില്ല, എന്നിട്ടും അവർ പറഞ്ഞ നല്ലോ ഞാനാണ്. ഞാൻ ക്ലാസ് അത് ശരിയാ, അവർക്ക് തീരെ പരിചയമില്ല. അപ്പൊ എന്തോ എങ്ങനെ മോശം പറയും, പരിചയമില്ലാത്തവരെ പറ്റി മോശം പറയാൻ പാടില്ല. അതുകൊണ്ട് അത് എന്നോട് അങ്ങനെ പറഞ്ഞതോ. ഒരു ടീച്ചർ, ഒരു പാവം ടീച്ചറാണ്. അവരുടെ മോന്ത ഈ ക്യാൻസർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ എനിക്ക് ആയിപ്പോയി, ഇങ്ങനെ ഇരിക്കുക വല്ലാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ വലിഞ്ഞിട്ട്. അപ്പൊ അവരുടെ ഡാഗ്നിന്നൊക്കെ വിളിച്ച് എല്ലാവരും കളിയാക്കും. ബാക്കി പിള്ളേരൊക്കെ നമുക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ പറയുന്നതുകൊണ്ട്. ഞാനെനിക്ക് ഇവരോട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയിട്ടുമില്ല. പിന്നെ ഇവരിങ്ങനെ ഡാഗ്നിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇവർ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് വല്ലതും പറഞ്ഞ് തിരിച്ച് ഇവരുടെ വിചാരം അവരെ കളിയാക്കിയെന്ന്. ഞാൻ അല്ലാതെ തന്നെ ആവശ്യത്തിന് കോമഡി പറയും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞെന്തോ ചിരിക്കുകയും ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്നെ കളിയാക്കില്ല, നീ ഇറക്കി വിട്ടു. ഞാൻ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. കിട്ടിയ ചാൻസിന് ഗ്യാപ്പ് കിട്ടി, അവരുടെ ക്ലാസ്സിന് ഇരിക്കണ്ടല്ലോ, ഇറങ്ങിപ്പോയി. പക്ഷെ ഞാൻ അവരെ കളിയാക്കി തിരിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇതേപോലെ പേരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നിവൃത്തി ഇല്ലാതായപ്പോൾ ഞാൻ മമ്മിയെ കൊണ്ട് പോയപ്പോൾ ഇവർ വന്നിട്ട് പുള്ളിക്കാരോട് പറയാ നല്ല പയ്യനാ, കുഴപ്പമൊന്നും ഇല്ലെന്ന്, അവനെ എനിക്ക് ഇഷ്ടമാ, അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു. മമ്മി കെട്ടിയെന്നു ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. അവര് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ ടീച്ചർമാരുണ്ട് എനിക്ക് പരിചയം. എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ ഭയങ്കര ഡീസൻ്റായിട്ട് ഇടപെടുന്നത്. അല്ലാത്തവർ വരുമ്പോഴേ ചൊറിയുന്നത്. ഇല്ല, അവരൊരു വാഹം സ്ത്രീയാണല്ലോ. അവരെ കുറെ പേര് ചുമ്മാ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുവാൻ. അവര് ദേഷ്യപ്പെടും, ശരിയാ. പക്ഷെ അവർക്ക് ഇതാ പ്രശ്നം. കോളേജില് പഠിപ്പിച്ച ടീച്ചറിനായിരുന്നു, അവരെ വിളിച്ചോണ്ടിരുന്നത് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ടീച്ചറുണ്ടായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പുള്ളിക്കാരിനെ വിളിച്ചോണ്ടിരുന്നത് ജപ്പാൻ ബ്ലാക്കി എന്നാണ്. പുള്ളിക്കാരി കുറച്ച് കറുത്തിട്ടാണ്. ഉടനെ ഞങ്ങൾ പേരിട്ട് കൊടുത്തു, ബ്ലാക്കി. ഇവര് ഡാഗിനി എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇങ്ങനെ ഇന്നാണ് വിളിക്കുന്നതെങ്കിൽ വിവരം പറഞ്ഞാൽ അന്നതൊക്കെ എല്ലാം ഓക്കെ ആണ്. ഇന്നാണെങ്കിൽ ഒരു ക്യാമ്പസിലൊന്നും ആരും അറിയത്തില്ലല്ലോ അവിടെ നമ്മള്. പിന്നെ ഒരു പ്രാവശ്യം ഉള്ളു ഒരു ടീച്ചറെ ഞാൻ ഓരോരുത്തരെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയാം. അപ്പൊ ഒരു ഡള്ളായ ടീച്ചറെ ഞങ്ങൾ വെറുതെ പേരിട്ടു മോർച്ചറി എന്ന് വിളിച്ചു. അവരെ കണ്ടൊരു മോർച്ചറി ഫീൽ പോലെ തോന്നി. പക്ഷെ നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൂട്ടത്തിൽ. അതെ. അപ്പൊ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഞങ്ങൾ തന്നെ കൂട്ടത്തിലുള്ളവർ പറയുവാന്നേ. പക്ഷെ ഉണ്ടല്ലോ ഇവരുടെ മകള് ഒരു പ്രാവശ്യം ഇവർ കോളേജ് പഠിപ്പിക്കാൻ വന്ന പനി പിടിച്ച് കിടന്ന കൊച്ചിനെ വീട്ടിലിട്ടിട്ട് പോകുന്ന തിരിച്ചു ചെന്നപ്പോൾ കൊച്ചു മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞിട്ട് അവർ ആ കൊച്ചിനെ പിടിച്ചോണ്ട് രാത്രി മൊത്തം ഇരുന്ന് അവരതുകൂടെ ഡള്ളായി പോയതാ. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് ഈ പേര് നമ്മൾ കറക്റ്റായിട്ട് അറിയാതെ ഇടുന്നുണ്ട്. ഞാൻ ഈ പേരിടുന്നതിനകത്ത് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ എപ്പോഴും. ഞാൻ അറിയാതെ കറക്റ്റായിട്ട് പോയി കൊട്ടും. അപ്പൊ ആ പേര് മോർച്ചറി എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. ഈ കഥയൊന്നും അറിയാതാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിനകത്തെ ചില ഐറ്റം വരും, അറിയത്തില്ല. നമ്മൾ അറിയാതെ ഈ സാധനം കറക്റ്റ് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആ പേര് പറഞ്ഞത്. മനസ്സിലായി? അവരങ്ങനെ പറയേണ്ട കാര്യമില്ല. അവര് പാവം സ്ത്രീവാ. പക്ഷെ നമ്മളിങ്ങനെ ചിലപ്പോൾ തോന്നത്തില്ല ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയെന്ന് പിന്നെ നമുക്ക് അപ്പൊ തന്നെ തോന്നും. അപ്പൊ തന്നെ ഇഷ്യൂ എന്തോ ചെയ്യാനാ നമ്മൾ പറഞ്ഞും പോയി. ഇത്രയും സ്റ്റോറി ഉള്ള ഒരു സ്ത്രീയാണോ? അങ്ങനെ കുറച്ച് പേരുണ്ടോ മനസ്സിലായി? അവരൊക്കെ പാവങ്ങളാ. നമ്മൾ അവരുടെ ദേഷ്യം അതുകൊണ്ട് പറഞ്ഞതല്ല. ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ സാറന്മാര് കുറച്ച് വഷളന്മാരുണ്ടായിരുന്നു. ടീച്ചർമാർ മിക്കതും പാവങ്ങളാണ്. പിന്നെ ഒന്ന് രണ്ട് ഫ്രസ്ട്രേറ്റഡ് ടീച്ചർമാരുണ്ടായിരുന്നു. ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അവർ കാണുമ്പോൾ എന്നോട് ഒന്നിച്ചിരിക്കുന്ന ചൊറി അങ്ങനത്തെ സാധനമൊക്കെ ഉള്ള ടീച്ചർമാരുണ്ടായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പാവങ്ങളാണ്, നല്ല ആൾക്കാരാണ്. ഞങ്ങൾക്ക് കുറച്ച് ടീച്ചർ അതുപോലെ തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു മിസ്. അവർ നല്ല ഡ്രസ്സ് ചെയ്തും സാരി കൊടുത്തും നല്ല മേക്കപ്പ് കിട്ടും. വന്നപ്പോൾ ഈ പിള്ളേർക്ക് ചൊറിഞ്ഞ് ഇവര് ഗർഭിണിയായിരിക്കും. ഇവര് ടേബിളിൽ ഇവരിങ്ങനെ നിൽക്കും. മോളി സ്റ്റേജിന് മണ്ടിക്ക് ടേബിളെ ചാരി കുത്തി കയറിയിരിക്കും. അപ്പൊ ഇവന്മാർക്ക് ചൊറിച്ചില്ല. അന്നത്തെ എന്ത് ടൈപ്പ് ആൾക്കാരെന്ന് മനസ്സിലായില്ല. ഇവന്മാരെ കാലൊടിച്ചു വെച്ചു. ഈ ടീച്ചർ ഗർഭിണിയാണ്. അതൊന്നും ഇമാരെ അറിയുന്നില്ല. ഈ പുള്ളിക്കാർ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ആകെ സീനായി. അതൊരു പാവം തന്നെ ഏറ്റവും പാവം. അവരോടൊക്കെ ഇവര് ഈ കുണയ്ക്കുന്നത്. പിള്ളേർക്ക് കുണ വെക്കാൻ പറ്റുന്നിടത്തല്ലേ പറ്റത്തുള്ളൂ, മറ്റടുത്ത് പറ്റത്തില്ല. അവിടെ നമ്മൾ രണ്ടുപേരും എന്ന് പ്രശ്നം ഉണ്ടാക്കും, നമുക്ക് കൂടും പേര് ദോഷം. ഇവിടെ മറ്റേ യൂട്യൂബർമാരെ മാത്രം പിടിച്ചു നടക്കുന്ന ചില വലിയ ക്രിട്ടിക്കുകളുണ്ടല്ലോ. യൂട്യൂബറും പിന്നെ എന്താ റീൽസും. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് റിപ്പോർട്ട് അടി കിട്ടത്തില്ല. നമ്മളീ മോഹൻലാല് മറ്റേ മോഡി എന്നൊക്കെ പറയുമ്പോൾ ഫാൻ ബേസ് കൂടുതലായതുകൊണ്ട് അല്ലേ. പിന്നെ മതം ഇമാരി തൊലിഞ്ഞ പരിപാടിക്കകത്തൊക്കെ കൈവെക്കുന്നതുകൊണ്ട് റിപ്പോർട്ട് അടിക്കും. നമ്മളെ വേറെ പേര് ദോഷമുള്ളവനാവും, പ്രാന്ത് പിടിച്ചവനാവും, ചിലപ്പോ തല്ല് കിട്ടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് അങ്ങനെയുള്ള ഏരിയ പോകാതെ മറ്റേ ഇതുപോലുള്ള പാവപ്പെട്ട നല്ല ടീച്ചർമാരുടെ ഉന്തിയിടുക, അവരെ തെറി വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ആശ്വസിച്ച കുറെ ഊളകളുണ്ട്. അങ്ങനെ ഉണ്ട് കുറെ എണ്ണം. ആ ഊളയിൽ ഒരുത്തനാന്ന് തോന്നി ഈ വീഡിയോ ഉണ്ടാക്കി. നിനക്ക് സത്യം പറയാം, നിനക്ക് എന്താ കുഴപ്പമുണ്ട്? അങ്ങനെ ചെറിയ പ്രശ്നം നിനക്കുണ്ട്. നീ അവനല്ല ഏതായാലും. നീ ആ ടീച്ചർ വീണപ്പോ വിഷമിച്ചവനൊക്കെ ആയിരിക്കും. പക്ഷെ നീ അപ്പോഴും ക്ലാസ് ഇരുന്നിട്ട് എന്തിനാ അത് ഇട്ടതെന്നോ അല്ലല്ലോ അവര് ഈ സാധനത്തിനെതിരെ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ആ ഇട്ട പിള്ളേരൊക്കെ നിനക്കറിയാം, നീ പറഞ്ഞു പോലും കൊടുത്തിട്ടില്ല. അത്രയൊക്കെ ഉള്ളൂ നീ. പക്ഷെ നമ്മളൊക്കെ അവിടെ സ്പോട്ടിലുണ്ട്, അത് ഇടാൻ സമ്മതിക്കത്തില്ല. ഒന്നാ നീ ആ മുഴുവൻ ക്ലാസ് ഇരുന്നിട്ട് നീ ഇതുപോലെ പല തോന്നിയ ദിവസം ഉണ്ടായിരുന്നിട്ടില്ലേ.
ഇത് നമ്മളുള്ള സ്ഥലത്താണ് ആ കാല് മുറിയാൻ സമ്മതിക്കത്തില്ല, അത്രേ ഉള്ളൂ. അവിടെ ടീച്ചർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമല്ലോ ചെയ്യുന്നത്, മുറിക്കാനേ സമ്മതിക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല. ഇനി വല്ലതും ചെയ്യണോ, നമുക്ക് ചെയ്യാം. നല്ല മര്യാദക്കുള്ള സാധനമുണ്ട്, ഇഷ്ടം പോലെ ഡീസന്റ് ഇഷ്ടം പോലെ പരിപാടിയുണ്ട്. ഞാനാണെങ്കിൽ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടി കാർട്ടൂണൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ച് കളയും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കാർട്ടൂൺ വരയ്ക്കുന്നതിനെ കൊണ്ട് വരപ്പിച്ച് ഒരു പ്രതിഷേധം അറിയിക്കും. നല്ല ക്ലാസ് ആയിട്ട് എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അല്ലാതെ അധികം ഒന്നും നടന്നിട്ടില്ല. ഒരു പ്രാവശ്യം റോഡ് മൊത്തം വരച്ചു വെച്ച് കുമ്മായം കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം അത് SFIക്കാരും ഏറ്റെടുത്തിട്ടില്ല, KSIക്കാരും ഏറ്റെടുക്കാത്തൊരു കേസാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം കുറെ പടം വരിക റോഡിലൊക്കെ നിറച്ച് വരച്ചേക്കുന്നത്, കുറെ കാർട്ടൂണും. അപ്പോൾ ഒരു മിസ്സുണ്ട് നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, പുള്ളിക്കാരി ചോദിച്ചു ഇത് നീയൊക്കെ അല്ലേ ചെയ്തത്? ഞാൻ അതെ. കണ്ട വേറെ ആർക്കും ഇല്ല, അത് വേറെ പിന്നെ ഒരാൾ വന്ന് ചെയ്യണമെന്നുണ്ട്, നീയൊക്കെ എവിടെ ഉള്ളൂ. SFI ഇല്ല, KSU ഇല്ല, അപ്പൊ പിന്നെ ആരാന്ന്? സ്വതന്ത്ര പാർട്ടി, സ്വതന്ത്രരുണ്ട് അവിടെ, മനസ്സിലായി? അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ അവതരിപ്പിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ടീച്ചർമാരോട് പൊതുവെ അങ്ങനെ മൊത്തത്തിൽ വിരോധമുള്ള ആളൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും നാശം പിടിച്ച മൈരന്മാർ ഒരുപാടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ മറ്റേ മൈരൻ, എനിക്ക് ആ മൈരനെ അങ്ങ് ഓർമ്മ വരും. അവൻ കൗൺസിൽ ചെയ്യാനാന്ന് വന്നിട്ട് എന്നോട് പറയാം ബൈബിള് വായിക്കുക. ഞാൻ അന്നേ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല, ഞാൻ ബൈബിളൊക്കെ എടുത്ത് തട്ടി തെറിപ്പിക്കുന്ന. അതുപോലെ എനിക്ക് എന്നെ ഈ കൗൺസിലിംഗ് അല്ല, ഈ മറ്റേ കാറ്റീസം അറിയാലോ, ഈ പള്ളിയിൽ പഠിപ്പിക്കുന്നത്. പള്ളിയിൽ ഒരുത്തൻ ഒരു ഈ മറ്റേ കൊച്ചച്ഛൻ എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ ഇവൻ വന്നു പഠിപ്പിക്കാൻ വന്നിട്ട് ഇങ്ങനെ പരീക്ഷയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ 3-ലോ 4-ലോ ഒക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, എഴുതണ്ട, ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പൊ എന്താണ് 2 പേര്, അതായത് ഈ പറയുന്ന ടീച്ചറും നമ്മളും. ഇയാള് ഈ ചെമ്മാച്ചനാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്, പക്ഷെ ഇയാൾ എന്റെ ഇവിടെ പിടിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത്. അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എനിക്ക്? അത് കിട്ടിയിട്ടുണ്ടോ നിനക്ക്? അങ്ങനെയുണ്ട്, സാറുമാരുടെ ഇടയിലൊക്കെ ചിലരുണ്ട്, അതുകൊണ്ട് അതിലൊന്നും എനിക്കൊരു പ്രശ്നം. ഞാൻ അന്നിട്ട പാന്റ് ഞാൻ പിന്നെ ഇടില്ലായിരുന്നു കുറെ നാളത്തേക്ക്. ഞാൻ ആകെ ട്രബിളായി, മനസ്സിലായി? എനിക്കത് മനസ്സിലാവും ഇയാൾ എന്ത് മൈരി കാണിക്കുന്നത്. ഇത് മൂത്രമൊഴിക്കാനാണെന്നല്ല എനിക്കറിയാൻ പാടുള്ളൂ, എനിക്ക് വേറൊരു പരിപാടി അറിയാൻ പാടില്ല. അത് 4 വയസ്സ് 5 വയസ്സ് അങ്ങനെയുണ്ട്. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പാന്റ് ഇടിക്കുമ്പോൾ ഞാൻ പാന്റ് ഇടില്ല, ആ പാന്റ് വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് അധ്യാപകർ, മതവും പരിപാടികളും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ കാര്യം. ഞാൻ ഒന്ന് വിളിച്ച് എന്നെ സ്കൂളിൽ ഇതുപോലെ കൊണ്ടുപോയി നിർത്തി എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഈ ഓഫീസ് റൂമിൽ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അധ്യാപകർ എന്നെ പഠിപ്പിക്കുന്നില്ല, അവർ പറയാണ് ഇവൻ അല്ലെങ്കിലും മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അഭിപ്രായം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന പോലും ഇല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അതായി പ്രശ്നം, മനസ്സിലായി? സിഗരറ്റ് വലിച്ചു, ശരി, സിഗരറ്റ് വലിയ അത്ര നല്ല ശീലമൊന്നുമല്ല, അത് വേറെ വിഷയം. ആ പ്രായത്തിൽ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോയി നിർത്തി ചോദ്യം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഇത് പറയേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്. അത് പറയേണ്ട രീതി മനസ്സിലാക്കണമെങ്കിൽ ഇവർ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന പഠിപ്പുണ്ടല്ലോ, അതിനകത്ത് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൂടി പഠിക്കണം വൃത്തിയായിട്ട്. അങ്ങനെ ഒരു പരിപാടി ഇവർ പഠിക്കുന്നേ ഇല്ല. ഇവർക്ക് ഈ സൈക്കോളജി എന്ന് പറഞ്ഞ സാധനമൊക്കെ അത് ഒരു ചാപ്റ്റർ എങ്ങാണ്ടുള്ളൂ, അറിയത്തില്ല ഇവർക്ക്. ഇപ്പോഴും പ്രശ്നമുണ്ട്. കുട്ടികളെ ടീനേജേഴ്സിനെ കൈകാര്യം അറിയാൻ പാടാത്ത ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്താണ് ഇവര് ഇതൊക്കെ കൊച്ചുങ്ങളെ വരെ ഇവർക്ക് അറിയത്തില്ല. ചുമ്മാ പലർക്കും പിള്ളേരെ വളർത്താൻ അറിയത്തില്ല, ഇവരിത് പഠിച്ചിട്ടുമില്ല, അറിയത്തുമില്ല. ചുമ്മാ ഓരോ ടെക്സ്റ്റും വായിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ ആൾക്കാരുടെ. എന്നിട്ട് എന്തുവാ ഇവരെല്ലാം പഠിപ്പിച്ചവരെ ഇവിടെ MBA-ക്കാരായി, MCA-ക്കാരായി, ഡോക്ടർമാരായി, എഞ്ചിനീയറായി, മറ്റേതായി മറിച്ചായി എല്ലാം ആയിട്ടുണ്ട് ഇവിടെ. ഒരു തലമുറ ഇപ്പൊ 1 2 തലമുറ കഴിഞ്ഞെന്ന് വിചാരിക്കുക. ഈ നാട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഈ ബിസിനസ്സുകാരെല്ലാം ബിസിനസ് മോശമാണെന്നാ പറയുന്നത്. ബിസിനസിന്റെ മുതലാളി MBA, ജോലിയെടുത്ത സെയിൽസ്മാൻ അടക്കം എല്ലാം MBA. ലാസ്റ്റ് ഒരുത്തിനും സാലറിയും കിട്ടിയില്ല, സാധനങ്ങളൊക്കെ മേടിച്ച് വിറ്റെന്നൊക്കെ പറഞ്ഞു, എവിടെ നിന്നോ വന്ന് എന്തോ കൊടുത്തു. ഏതോ ഒരുത്തിനും. ഇതിനിടയിൽ കുറച്ച് ബുദ്ധിമാന്മാരുണ്ട്, അവർ പഠിച്ചവരായിരിക്കാം പഠിക്കാത്തവരായിരിക്കും, ആരും ആയിക്കോട്ടെ. ആ ഒരുത്തൻ പൊട്ട് കളിപ്പിക്കുന്ന ഇത്ര MBA-ക്കാര് ഒന്ന് നോക്കിക്കേ, എന്തൊരു ഗതികേടാ അത്. ഇവിടെ ഇത്രയും M.Tech-കാരോ M.Tech-കാർക്ക് പിന്നെയും കിട്ടും. B.Tech-കാരെ കുറെ എണ്ണത്തിനെ ആടിച്ചങ്ങ് ഉണ്ടാക്കി. ലാസ്റ്റ് B.Tech-കാർക്ക് പണിയില്ല. എന്തോ അപ്പൊ പഠിച്ചത്? ഇവനൊക്കെ എന്തോ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും പഠിത്തം വിടുക, അങ്ങ് പറഞ്ഞങ്ങ് ഇറക്കിയേക്കുക. എടാ ഇവിടുത്തെ പ്രശ്നം നിനക്ക് അറിയത്തില്ല, നീ അതേപോലത്തെ വല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി. ഇമാര് ഊമ്പിയ കണ്ടന്റ് ഒന്നും പോരാടാ, നീ പോരാ, തീരെ പോരാ. ഇനിയും പഠിക്കാനുണ്ട് മോനെ. നീ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നീ 5-ലാണോ പഠിക്കുന്നത്? അല്ല എനിക്ക് ആ 4 പേരിൽ ഒരാളാണോ ഇനി ആ വീഡിയോ ഉണ്ടാക്കുന്നത്? പക്ഷെ വലിയവന്മാർ അഭിനയിക്കാനായിട്ട് മുട്ടായി മേടിച്ചു കൊടുത്താൽ വരുന്നവരല്ലോ അവര്. ഒരു വീഡിയോ എടുത്തോട്ടെ ചേട്ടാന്ന് ചോദിച്ചപ്പോ വന്ന് ചെയ്ത് കൊടുത്തായിരിക്കും. പാവം പിള്ളേരല്ലേ നീ. 5 പഠിക്കുന്ന കേൾക്കാൻ നീയാണോ വീഡിയോ ഉണ്ടാക്കിയത്? നീ കൊച്ചു മൈരനാണോ? അയ്യോ എന്നെ മൈരനാണോ നീ? ഏതവനാണേലും നീ കൊള്ളാം കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, നിനക്ക് അറിയാത്തോണ്ടാ. നീ മറ്റേ ജാതിയുടെ സംഭവമൊക്കെ ഉണ്ടാവും നിനക്ക്.
അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ പണിയിൽ ഈ സാധനം തോന്നുന്നത്. ജാതി ഉണ്ടാവണ്. ജാതി ഉണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്. ക്ലാസ്സാ ക്ലാസ്സാണ് പഠിക്കണത്. ക്ലാസ്സാ പിടിക്കുന്നത്. ക്ലാസ് ജാതിന്ന് വരുന്നതാടാ. അതെ, അത് നിനക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിനക്ക് ജാതി സ്പിരിറ്റോ അല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സൈഡ് എഫക്റ്റ് ആയത്. ഇത് ഡയറക്റ്റ്ലി ഒന്നും അല്ല ഇത് വരുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ തൊഴിൽ മറ്റൊരു തൊഴിൽ ചെയ്യുന്നതല്ല. മോഡിയെ ഇഷ്ടമാണോന്ന് പറയാൻ പറ്റത്തില്ല. ചില ഇവൻ അങ്ങനത്തെ ഒന്നും അല്ലടേ, അറിയാൻ പറ്റത്തില്ലല്ലേ. മോഡി എങ്ങനെ ഇഷ്ടപ്പെടാൻ, അയാൾ ചായ കൊടുക്കാനായ ഒരാള്. ഓ അങ്ങനെ വലിയൊരു സ്ഥാനത്ത് എത്തിയാ പിന്നെ സാറാ, ഭയങ്കര സാറായി പോകും. പക്ഷെ എന്നാലും നിനക്കുണ്ട്, നിനക്കത് മാറ്റണം കേട്ടോ. നീ ശരിയാതെ നിനക്ക് മറ്റേ സത്യഭാമ ഇഷ്ടമാണോ? നിനക്ക് സത്യഭാമ നിന്റെ അമ്മയാണോ? സത്യഭാമ മോനാണോ? ഇവൻ സത്യഭാമയുടെ മോനാന്ന്. അയ്യോ സത്യഭാമ പറഞ്ഞ പോലത്തെ വേറെ സാധനം ഒരു ക്ലാസ് ആയിട്ട് നല്ല വൃത്തിക്ക് അതിൻ്റെതായ എല്ലാ മാന്യതകളും പാലിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ക്ലിപ്പ് ഉണ്ടാക്കിയ ആ മഹാ ഡയറക്ടറെ, താങ്കളുടെ ഒരു വീഡിയോ താൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തിടാവോ? ഇത് എന്തിനാ ചെയ്തത്? നിന്നെ ഒന്ന് കാണാനാ, നിന്നെ കണ്ടിട്ടില്ല. ഇതുപോലെ വ്ളോഗ് വല്ലതും ചെയ്യുന്നതിനാണ് നമുക്ക് കാണാന്ന്. നീ ആ അതപ്പതിച്ചവൻ ഇവനാണ്. ഇത് കൊച്ചു പിള്ളേരെ കൊണ്ട് കൊച്ചു പിള്ളേരുടെ ഇത് വീഡിയോ കാണത്തില്ല. ഇത് പിള്ളേർ കാണുന്ന വീഡിയോ അല്ലേ? അവൻ ആ കൊച്ചുങ്ങൾ എന്ത് വിചാരിക്കടാ? ആ പിള്ളേരുടെ ഉള്ളിൽ എന്താ വരുന്നേ? അല്ല വേണ്ട, ഇത് കാണുന്ന മറ്റു പിള്ളേരുണ്ടെന്നായിരിക്കും. ഒരുപാട് പെയിന്റിങ് ചെയ്യുന്നവരുടെ മക്കളുണ്ടെന്ന് കരുതുക. അവരൊക്കെ അവരുടെ അപ്പനെ കാണുമ്പോൾ സ്കൂളിൽ ആടിയ ആളാണെന്ന് ചോദിച്ചാൽ നീ അല്ലെങ്കിലോ അയാൾ സ്കൂളിലേ പോയിട്ടില്ലെങ്കിലോ എന്തിനും കുഴപ്പമുണ്ടോ? അയാൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നു, ചോറുണ്ടെന്ന്. നിന്നെ പോലെ നിന്റെ തന്തയില്ല. നിന്റെ തന്ത എന്ത് പണി ചെയ്യുന്നവനാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിന്റെ തന്ത ചെയ്യുന്ന പോലത്തെ ഒരു പണിയൊക്കെ ഉള്ളല്ല. നിന്റെ തന്തയുടെ പണി അങ്ങ് അറ്റത്തെ പണിയാണെന്ന് നീ വിചാരിക്കരുത്. മനസ്സിലായോ? അവന്റെ ഒരു തന്ത, അവൻ ഏതാണ് നിന്റെ തന്ത? അത്രയ്ക്ക് വൃത്തികെട്ട തന്ത എവിടെ നിന്നുണ്ടായി? ഛേ, ഇവനെ പോലത്തെ ഇവന്റെ തന്ത ഇവനെ പോലെ ആയിരിക്കുമല്ലോ. ഇവന്റെ തന്ത പറഞ്ഞു കൊടുത്ത കഥയായിരിക്കും ഇതിൽ. കൊള്ളാടാ നിന്നെ. പെയിന്റ് പണിക്ക് പോകുന്നവൻ, മതിലി ആടിയവനും മോശക്കാരൻ. അവരുടെ മക്കൾ അതിലും മോശക്കാരനാന്ന് തോന്നുന്നു. അകത്തിരുന്നവരൊക്കെ മിടുക്കന്മാര്, മാന്യന്മാര്, വലിയ ആൾക്കാർ എന്നെ പോലെ അല്ലേ? ഞാൻ അകത്തിരുന്നവൻ വലിയ ആളാണ്. ഇപ്പൊ അഖിൽമാരാറിന് ആരാണ്ടാണെന്ന് തോന്നുന്നു. അതാ സുരേഷ് ഗോപിയായി നിനക്ക് എന്താണ് ബന്ധം? ശരിയല്ലേ? അഖിൽമാരാറ്, സുരേഷ് ഗോപിയൊക്കെ ഇതിന്റെ ആൾക്കാർ ഇവിടെ. അവരൊക്കെ കണ്ട് വളരുന്ന ഏതോ ചെറുപ്പക്കാരനാന്ന് തോന്നുന്നു. തെണ്ടി വന്നേക്കോ അവൻ. നിന്റെ തൊഴിൽ കൊള്ളത്തില്ല കേട്ടോ. നീ ചെയ്ത തൊഴിലുണ്ടല്ലോ ഏറ്റവും വൃത്തിയായിട്ട തൊഴിൽ. നീ മതിലും ചാടിയിട്ടില്ല, ക്ലാസ്സിനകത്തിരുന്ന് നീ എന്താ പഠിച്ചതെന്നുള്ള ആളെ അറിയണ്ടേ. ആ സ്കൂളിൽ ആരെങ്കിലും വേറെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ ചാടിയിട്ടുണ്ടല്ലോ, അവർ രക്ഷപ്പെട്ടു, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുമായിരിക്കും. നിന്നെ പോലത്തെ ഒരു മൈരൻ. ഇപ്പൊ ഞാൻ ഈ മര്യാദക്ക് പഠിക്കാതെ ഇരിക്കുമ്പോഴേക്കും എന്റെ അപ്പനെ വേറെ ചില പിള്ളേരെ കാണിക്കുക. അല്ലല്ല, എന്റെ അപ്പൻ എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പഠിക്കുന്നില്ല, പരീക്ഷയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ കടന്നു പോയപ്പോൾ ഇന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ചെറിയ നമ്പറൊക്കെ ഇട്ടിരിക്കണം. അപ്പൊ അപ്പൻ കുഴപ്പമില്ലടി, അവൻ പഠിച്ചോളും എന്നെ വേറെ പിള്ളേരൊക്കെ കാണിക്കും. അവരെ കണ്ടോ? അവളെ വല്ല പഠിക്കും, അവൾക്ക് 95%, മറ്റൊരു 98% എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറയും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ തിരിച്ചു പറയും. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറയും, ഇത് ആ വീട്ടിൽ കാറ്, എന്റെ വീട്ടിൽ കാറില്ല. അവരുടെ വീടെന്ന് പറഞ്ഞാൽ വലിയ വീട്, ആ വീട് എന്റെ വീട് ചെറിയ വീട്. ശേ, അപ്പൊ എങ്ങനെ ശരിയാവും? എവിടെയോ എന്തോ തകരാറുള്ള പോലെ എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ വീടല്ല അവരുടെ വീട്. അപ്പൊ അവർക്ക് മാർക്ക് കൂടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. അല്ലേ? ശരിയല്ലേ? എന്റെ നല്ലതല്ല അവന്റെ അല്ലേ? പിന്നെ ഇനി എന്റെ ഈ പറഞ്ഞ പോലെ ഞാൻ അല്ലാതാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തായിരിക്കും ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ചോ.